ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ പൗലോസ് വിളിക്കുന്നത് എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്നാണ്. അത്രയൊന്നും പറയാൻ എനിക്ക് കരുത്തില്ലെങ്കിലും എൻ്റെ സന്തോഷവും കിരീടവുമായുള്ള നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണുന്നത് അതീവം ഹൃദ്യമായ കാര്യമാണ്. നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നതും വളരെ മനോഹരമായ അനുഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ കോടതി കയറിയിട്ടില്ല. വക്കീൽ സാറിന് നടക്കം വരുമായിരിക്കും. എന്നാൽ എൻ്റെ സഹോദരൻ കോടതി കയറിയിട്ടുണ്ട്. കുറ്റം ചെയ്തതുകൊണ്ടല്ല, സാക്ഷ്യം പറയാനായിട്ടാണ്. അദ്ദേഹം ഒരു അടിപിടി അദ്ദേഹം അത് കണ്ടു. അവരദ്ദേഹത്തെ സാക്ഷിയാക്കി. അപ്പോൾ അങ്ങനെ കോടതിയിൽ പോയി സാക്ഷി പറയേണ്ടതായിട്ട് വന്നു. സാക്ഷി പറയുന്നതിന് 2 ഗുണമാണ് വേണ്ടത്. ഒന്ന്, ഇത് കണ്ട ആളായിരിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ യോഗ്യത. അതാണ്. രണ്ടാമത്, കണ്ട കാര്യം കണ്ട പോലെ പറയണം, സത്യം പറയണം. ഈ 2 കാര്യങ്ങളുണ്ട് എങ്കിൽ അദ്ദേഹം ഒരു നല്ല സാക്ഷിയാണ്. എൻ്റെ ചേട്ടൻ പറഞ്ഞ സാക്ഷ്യം കേട്ട് കുറ്റക്കാരന് ശിക്ഷ കിട്ടി. കാര്യം അദ്ദേഹം കണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം കണ്ടതുപോലെ തന്നെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് വക്കീലിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, നാം കർത്താവിനെക്കുറിച്ച് സത്യസന്ധമായ രീതിയിൽ സാക്ഷ്യം പറയണം എന്നതാണ്. നമ്മുടെ സാക്ഷ്യത്തിന് 2 കാര്യം പോരാ കേട്ടോ, 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മൾ ഇത് കണ്ടതായിരിക്കണം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സത്യസന്ധമായിരിക്കുന്ന അറിവ് നമുക്കുണ്ടാവണം. 2, അത് സത്യസന്ധമായിട്ട് പറയണം. 3, അതേപോലെ കോടതിയിൽ ഇല്ലാത്തൊരു പ്രത്യേകത 3 നമുക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന കാര്യം നമ്മെ സംബന്ധിച്ച് അന്യമല്ല. നമ്മൾ കണ്ടു, ഞാൻ പറയുന്നു എന്നല്ല, ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച നമ്മുടെ സ്വന്തമായ സാക്ഷ്യമാണ്. അപ്പം ആ നിലയിൽ സാക്ഷ്യം പറഞ്ഞ ആളുകളാണ് കർത്താവിൻ്റെ ആദ്യ ശിഷ്യന്മാർ. അപ്പോൾ ആ കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ദൈവഹിതപ്രകാരം സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവം ശക്തിപ്പെടുത്തുന്ന സാക്ഷികൾ, അവരുടെ പ്രത്യേകത എന്താണ്? അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തികളാണ് നമ്മളുടെ ഇനിയുമുള്ള ദിവസങ്ങളിലെ ചിന്താവിഷയം. ഞാനത് കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കാര്യം അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞു ഒരു പുസ്തകം ഇഷ്ടപ്പെടണമെങ്കിൽ അത് വായിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? യു ഹാവ് ടു റീഡ് ദ ബുക്ക് ഇൻ ഓർഡർ ടു എൻജോയ് ദ ബുക്ക്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വെല്ലുവിളി അനുസരിച്ച് ആരെങ്കിലും ഒരു ഇരിപ്പിലിരുന്ന് ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചെങ്കിൽ കൈപൊക്കിയാൽ പ്രൈസ്. ആരും ഇത് കുഴപ്പത്തിലാകുന്നില്ല. അപ്പോൾ 2 പേര് കൈപൊക്കിയിട്ടുണ്ട്. ഐ റിയലി അപ്രിഷിയേറ്റ് യു. അതൊരു ചെറിയ കാര്യമല്ല. ഒരു ഇരിപ്പിലിരുന്ന് 28 അധ്യായം വായിച്ച ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇനി ആ വെല്ലുവിളി വീണ്ടും ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. അടുത്ത ആഴ്ചയിലും നിങ്ങളത് ഒരു ഇരിപ്പിലിരുന്ന് വായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പാരിതോഷികം തരുന്നതാണ്. ശരി, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഏറ്റവും അധികം എഴുതിയ എഴുത്തുകാരനാണ് ലൂക്കോസ്. ഞാൻ ഇന്നലെ നോക്കിയപ്പം അദ്ദേഹം 30% എഴുതിയെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു 25 ഉള്ളെന്ന് വിചാരിച്ചു. അല്ല, അദ്ദേഹം 30%, പുതിയ നിയമത്തിലെ 30% ലൂക്കോസിൻ്റെ സംഭാവനയാണ്. നിങ്ങളെ ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികളും കൂടെ നോക്കിയാൽ, അതിലെ വാക്കുകൾ എണ്ണിയാൽ പുതിയ നിയമത്തിലെ 30% വരുന്ന എഴുത്ത് ലൂക്കോസിൻ്റേതാണ് എന്ന് കാണാം. അപ്പോൾ 1ാം സ്ഥാനം ലൂക്കോസിനാണ്, 2ാം സ്ഥാനമാണ്
അപ്പോസ്തലനായ പൗലോസിനുള്ളത്. പൗലോസിൻ്റെ എഴുത്തുകൾക്കാണ് കൂടുതൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം ഞാൻ പറഞ്ഞത്. ഉപദേശപരമായ കാര്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ. അപ്പോൾ ആ നിലയിൽ പൗലോസിന് ഒന്നാം സ്ഥാനമുണ്ട്. എന്നാൽ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ലൂക്ക് ഈസ് ദി മോസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ഓതർ ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാനതിനെക്കുറിച്ച് പറയാം. ലൂക്കോസ് വളരെ മനോഹരമായി എഴുതുന്നയാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഗ്രീക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ എഴുതാൻ പറ്റും. മാതൃഭാഷ ഗ്രീക്ക് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും കേട്ടത്, ഹീ വാസ് എൻ ആർട്ടിസ്റ്റ്. വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു എഴുത്തുകാരനായിരുന്നു ലൂക്കോസ്. ഹീ വാസ് എ മെഡിക്കൽ ഡോക്ടർ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൂക്കോസിനെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. വായിച്ചാൽ നിങ്ങൾക്ക് ലൂക്കോസിനെ വളരെ ഇഷ്ടപ്പെടും. ശരി, ഞാൻ ഇന്ന് 3 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ വായിക്കുന്നത്. ലൂക്കോസിൻ്റെ അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷമല്ല, അദ്ദേഹത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പ്രവൃത്തികൾ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ അപ്പസ്തലന്മാരുടെ പ്ലൂറലായിട്ടല്ല, ഇറ്റ് ഈസ് ആക്ച്വലി പ്ലൂറൽ, ഐ ആം സോറി. അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് ഇതിൻ്റെ തലവാചകം. അത് ആ പുസ്തകത്തിന് പിന്നീട് കൊടുത്ത പേരാണ് എന്ന് നമുക്കറിയാം. അത് ലൂക്കോസ് കൊടുത്തതായിരിക്കുന്ന പേര് അല്ല. ശരി, നമുക്ക് ലൂക്കോസിൻ്റെ ഈ ലേഖനത്തിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ വിവരണത്തിലേക്ക്, ഈ ചരിത്ര പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 3 മുതൽ ഞാൻ വായിക്കുകയാണ്. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ 40 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതും കൂടെ വേണം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചരിത്ര പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ വിവരണ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത, അത് ഒരു 3 dimensional റൈറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 2 dimensional. പറഞ്ഞ കാര്യം അങ്ങ് ഗ്രഹിച്ചാൽ മതി. എന്നാൽ വിവരണ പുസ്തകങ്ങളാകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, അതിനെ ഒരു യു ഹാവ് ടു കം വിത്ത് ഹിം ടു ദാറ്റ് പർട്ടിക്കുലർ ടൈം. ആ പ്രത്യേക കാലഘട്ടത്തിലേക്ക് നാം അദ്ദേഹത്തോട് ഒരുമിച്ച് യാത്ര ചെയ്തെങ്കിലേ അദ്ദേഹം പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൂക്കോസ് പറയുന്ന കാര്യം, ലൂക്കോസിൻ്റെ ആ പ്രസ്താവനയുടെ സന്ദർഭത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പ്രസ്താവനയുടെ സന്ദർഭം നമ്മൾ നോക്കുകയാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു. ഇറ്റ് വാസ് എ വെരി വെരി ക്രൂവൽ ഡെത്ത്. അതിക്രൂരമായ ഒരു മരണമായിരുന്നു. തന്നെ ഹൃദയംഗമായി സ്നേഹിച്ച, തങ്ങൾക്കുള്ളതൊക്കെ വിട്ട് കർത്താവിനെ അനുഗമിച്ച ഒരു കൂട്ടം ആളുകളാണ് അതിൽ വിശേഷാൽ 12 ശിഷ്യന്മാർ എന്ന് പറയും. അതിൽ യൂദാസ് പോയി നമുക്കറിയാം. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. യു ജസ്റ്റ് ഇമാജിൻ.
What was their state of mind? They watched him die. കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ അവർക്ക് പൂർണ്ണസമയം നിൽക്കാൻ പറ്റിയില്ല. യോഹന്നാനും ഒക്കെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ നിന്നുള്ളൂ. ബട്ട് ദേ വാച്ച്ഡ് ഹിം. ദൂരെ നിന്നും കുറച്ച് നേരത്തും പാത്തും പതുങ്ങിയും ഒക്കെ അവർ അതുവഴി പോയി. ദേ വർ വെരി വെരി ഡിപ്രസ്ഡ്. അവർക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഒരു ദൃശ്യമാണ് അവർ കണ്ടത്. കർത്താവിനെ അവർ ക്രൂശിച്ച് കൊന്നു. ദേ വാച്ച്ഡ് ഹിം ഡൈ. എന്നിട്ട് അവർ കർത്താവ് പറഞ്ഞിട്ടുണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞവർ അവർ പറഞ്ഞു ഏതായാലും 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ വിശ്വസിച്ചു അവർ? ഇല്ലെന്നേ, കഥ കഴിഞ്ഞു. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അതിനെക്കുറിച്ച് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെക്കുറിച്ച് അല്ലേ എഴുതിയിട്ടുണ്ട്. അവരുടെ മുഖം വാടി. അവർ സങ്കടപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കർത്താവ് അവരോടൊപ്പം ചേർന്നു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്, നിങ്ങൾ ഇത്രയും സങ്കടപ്പെടാനുള്ള കാരണം എന്താണ് എന്നവരോട് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, നീ യെരുശലേമിൽ വന്ന് പാർക്കുന്ന പരദേശികൾ, നീ ഒരുത്തൻ മാത്രമേ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുന്നുള്ളോ? വാക്കിലും പ്രവൃത്തിയിലും അതിശക്തനായിരുന്ന പ്രവാചകനായിരുന്ന യേശു, അവൻ ഇസ്രയേലിൻ്റെ രക്ഷകനാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഞങ്ങളുടെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ പിടിച്ച് അവനെ ക്രൂശിച്ചു. അത് ഞങ്ങളുടെ പ്രതീക്ഷയുടെ അവസാനമായി. ഇനി ജീവിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം എന്ന നിലയിലാണ് ഞങ്ങൾ സങ്കടപ്പെടുന്നത് എന്ന് കർത്താവിനോട് അവർ പറഞ്ഞു. അവിടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, കർത്താവ് പറഞ്ഞ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളന്ന് വിശ്വസിക്കുമോ? ഞാനത് വിശ്വസിക്കില്ല. ഞാനും ഈ ശിഷ്യന്മാരുടെ തന്നെ അവസ്ഥയിലാണ്. അപ്പോൾ അവരങ്ങനെ നടുങ്ങി ഭയപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന അവസരത്തിലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം അവർ കേൾക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചില സ്ത്രീകൾ കർത്താവിനെ അന്വേഷിച്ച് പോയി. അവൻ്റെ ശരീരം കാണാനായിട്ട് ചെന്നു. അവൻ്റെ ശരീരം കാണുന്നില്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങി വന്നു. മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ചില ദൂതന്മാരുടെ ശബ്ദം അല്ലെങ്കിൽ അവരെ കണ്ടു എന്നാണ് ഈ സ്ത്രീകൾ ഞങ്ങളോട് പറയുന്നത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ കർത്താവ് നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾ അന്തരീക്ഷം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഇമാജിനേഷനിൽ യു ജസ്റ്റ് ഇമാജിൻ ദി സർപ്രൈസ്, ദി മാനസിക നില, അവരുടെ ആ ഒരു മാനസിക നില നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഒരു അവസരത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. തോമാസ് ഇല്ലായിരുന്നപ്പോൾ തോമാസ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, തോമാസ്, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു വന്നു. തോമാസ് പറഞ്ഞു, പോയി പണി നോക്കടോ, കർത്താവിനെ ക്രൂശിച്ച് ഞാൻ കണ്ടതാ, കർത്താവ് വന്നുല്ലേ, നല്ല കാര്യം. ഞാൻ വിശ്വസിക്കൂല, തല്ലിക്കൊന്നാലും വിശ്വസിക്കൂല. തല്ലിക്കൊന്നാലെന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല കേട്ടോ. പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പം വിശ്വസിക്കാൻ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അവൻ്റെ കൈ, ആണിപ്പാടുള്ളതായിരിക്കുന്ന ആ കയ്യിൽ എൻ്റെ വിരലിടുക, അവൻ്റെ മാർവിടം
കുത്തി തുറന്നത് ഞാൻ കണ്ടതാണ്. അവിടേക്ക് എൻ്റെ കൈയിടുക. അങ്ങനെ കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന്. വേറൊരവസരത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, തോമാസേ, നീ നിന്റെ കൈ നീട്ടുക. തോമാസ് കർത്താവിനെ കണ്ടു. ചോദ്യങ്ങളൊക്കെ തനിക്ക് അവസാനിച്ചു. തോമാസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അപ്പോഴേ കർത്താവായ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം താൻ പ്രത്യക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നത്. ഒരു അവസരത്തിലല്ല കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ടല്ല, ഓവർ എ പീരിയഡ് ഓഫ് 40 days he appeared to them over and over and over again. മരിച്ച വ്യക്തികൾ ആരും തിരിച്ചു വന്ന്, കർത്താവ് 1-2 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. തിരിച്ചു വന്നൊരു ചരിത്രം മനുഷ്യ ജീവിതത്തിൽ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. വല്യമ്മച്ചി മരിച്ചു, പിറ്റേ ദിവസം പറയുക വല്യമ്മച്ചി വന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, പോയി പണി നോക്കണോ, നിനക്ക് എന്നാ പറ്റിയേ എന്നല്ലേ ചോദിക്കുള്ളൂ. ഇത് കൊല്ലപ്പെട്ട, അതിക്രൂരമായി കൊല്ലപ്പെട്ട, തൻ്റെ ജീവൻ്റെ അവസാന ആ സ്പന്ദനം വരെ ഇല്ലായ്മ ചെയ്ത അതിക്രൂരമായ മരണത്തിൻ്റെ അവസാനത്തിൽ താൻ മടങ്ങി വന്നു എന്ന കാര്യം അവർക്ക് വലിയ ആശ്ചര്യം വരുത്തിയതാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും മനുഷ്യരെ വിശ്വസിക്കാതെ, ഇന്നും മനുഷ്യനെ വിശ്വസിക്കാതിൻ്റെ കാര്യം അതാ, മരിച്ച മനുഷ്യൻ എഴുന്നേൽക്കൂലെന്നേ, അവർ മടങ്ങി വരില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെങ്കിൽ ശിഷ്യന്മാർ ഇത് വിശ്വസിക്കാനുള്ള കാരണം അവർ എന്തും വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ടല്ല കേട്ടോ. അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ടാണ് അവരത് വിശ്വസിച്ചത്. They tried everything that they might have in order not to believe. വിശ്വസിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ എന്ന് അവരാൽ ആവോളം പരിശ്രമിച്ച ആളുകളാണ് അവർ. പക്ഷേ വിശ്വസിക്കാതിരിക്കാൻ കഴിയാത്തവണ്ണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തത് കൊണ്ടാണ് അവരെ വിശ്വസിച്ചത്. അപ്പം ആ സംഭവത്തെക്കുറിച്ചാണ് 3-ാമത്തെ വാക്യത്തിൽ, മലയാള പരിഭാഷയിൽ അതല്ല, അപ്പം ഞാൻ ഗ്രീക്കിൽ കുറച്ചുകൂടെ രസകരമാണ്, ഞാനത് ഒന്ന് പരിഭാഷപ്പെടുത്തി പറയാം. 3-ാമത്തെ വാക്യത്തിൽ ആണ് പറയുന്നത്, ഹൂ ഓൾസോ പ്രസൻറ്റഡ് ഹിംസെൽഫ് ലിവിങ് ആഫ്റ്റർ ഹി സഫേർഡ് with many convincing proof for 40 days, appearing to them and speaking to them concerning the kingdom of God. അങ്ങനെയാണ് ആ വാക്യം ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് പറയുന്ന കാര്യം, ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ്. അപ്പോൾ 3-ാമത്തെ വാക്യം മലയാള പരിഭാഷയിൽ ഈ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത് അല്ലേ? അല്ല, ഹീ പ്രസൻറ്റഡ് ഹൂ പ്രസൻറ്റഡ് ഹിംസെൽഫ്, അതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രസൻറ്റേഷൻ ഫോർ പ്രൂഫ്. താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തെളിയിക്കുവാനുള്ള ആ നിലയിലുള്ള ഒരു പരസ്യ പ്രദർശനമാണ് കർത്താവായ യേശുക്രിസ്തു നടത്തിയത്. He presented himself. It is actually a way in which he wanted to show to his disciples that he indeed has risen. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്താനായിട്ട്, തെളിയിക്കാനായിട്ട്, അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക, വിത്ത് മെനി കൺവിൻസിങ് പ്രൂഫ്. അത് പല ദൃഷ്ടാന്തങ്ങളാണെന്നാ അല്ലേ? ദൃഷ്ടാന്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? എനിക്ക് മലയാള ഭാഷയിൽ പച്ചയായിട്ടങ്ങ് അറിയത്തില്ല. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ തെളിവുകളെന്നാണോ?
കുറച്ചുകൂടെ ഇലസ്ട്രേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നു. പ്രൂഫ് എന്നുള്ളതാണ് മെച്ചം. തെളിവുകൾ, അൺഡിനയബിൾ പ്രൂഫ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അൺഡിനയബിൾ പ്രൂഫ്. ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധമുള്ള വ്യക്തമായ തെളിവുകളാലാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ യേശുക്രിസ്തു തെളിയിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പത്രോസ് പിന്നെ പറയുന്ന പോലെ നമുക്ക് പറയാം, വി ഡു നോട്ട് ഫോളോ ഫേബിൾസ്. ഞങ്ങൾ കെട്ടുകഥകളെ അടിസ്ഥാനപ്പെടുത്തി വിശ്വസിക്കുകയും സന്ദേശം അറിയിക്കുകയും ചെയ്യുന്ന ആളുകളല്ല. വി ഹാവ് സോളിഡ് പ്രൂഫ്. ഞങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അത് സത്യമാണ് എന്നുള്ളതിന് അച്ചട്ടായ തെളിവുകളുണ്ട്. ചരിത്രത്തിൽ ദൈവം തെളിയിച്ച സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങളോട് സാക്ഷ്യം പറയുന്നത് എന്നാണ് പൗലോസ് അപ്പസ്തലനായ സുവിശേഷകനായിരിക്കുന്ന യൂലൂക്കോസ് അപ്പസ്തലന്മാരെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ കൺവിക്ഷൻ നമുക്കും ആവശ്യമാണ് കേട്ടോ. ആ കൺവിക്ഷൻ നമുക്ക് ആവശ്യമാണ്. നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പറയുന്ന കാര്യങ്ങൾ കെട്ടുകഥകളല്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ വേൾഡ് വുഡ് ലൈക്ക് ടു ടെൽ us. ഈ ലോകത്തുള്ളതായിരിക്കുന്ന മനുഷ്യരെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ, നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് കെട്ടുകഥകളാണ്, നിങ്ങൾ പറയുന്നത് ചമച്ചുണ്ടാക്കിയതായിരിക്കുന്ന കാര്യങ്ങളാണ്. ദേ ആർ ഫേബിൾസ്. ദേ ആർ ആക്ച്വലി മിത്തോളജി അല്ലെങ്കിൽ മിത്ത് എന്നാണ് അവർ പറയാനായിരിക്കുന്നത്. അപ്പം നമുക്കെതിരെ അവരോട് പറയാനുള്ളത് നോ. ഞങ്ങളുടെ വിശ്വാസം ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അത് അൺഡിനയബിളായിട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ കൊണ്ട് ഉറപ്പാക്കിയതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു വാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ടെക്മീറിയോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്ക്. അത് ഒറ്റ പ്രാവശ്യമേ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഈ ഭാഗത്താണ്. ടെക്മീറിയോൺ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അത് ഒരു മെഡിക്കൽ ടേമാണ്. ഇറ്റ്സ് എ മെഡിക്കൽ ടേം. കാര്യം ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു മെഡിക്കൽ ടേം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ആക്ച്വലി എ സിംറ്റം വിച്ച് ഇസ് സോ ക്ലിയർ ഇൻ ഓർഡർ ടു ഡയഗ്നൈസ് എ ഡിസീസ്. ഒരു രോഗത്തിൻ്റെ രോഗനിർണയത്തിന് ഉള്ള ഏറ്റവും വ്യക്തമായിരിക്കുന്ന തെളിവുകളാണ്, അല്ലെങ്കിൽ അതിനുള്ള സിംറ്റമാണ് ഈ ടെക്മീറിയോൺ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. പുള്ളി പറഞ്ഞു, 1 മൈൽ അകലെ നിന്ന് ഈ സിംറ്റം കണ്ടാലും ഈ രോഗം എന്താണെന്ന് ഞാൻ പറയാമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ലൂക്ക് വിൽ സേ. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ, ഇറ്റ് ഈസ് അൺഡിനയബിളി പ്രൂവൺ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത വിധം ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. our faith is based on solid ground. നമ്മളെ വിശ്വാസം അതീവം ശക്തമായ ഉറപ്പുള്ള അടിസ്ഥാനത്തിൻ്റെ മേൽ കെട്ടിപ്പണിതാണ്. ഇറ്റ് ഇസ് നോട്ട് ഫേബിൾസ്. കെട്ടുകഥകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ ആ ധൈര്യം ദൈവം അധികമായിട്ട് തരട്ടെ. വി ബിലീവ് ദ ട്രൂത്ത്. നാം സത്യം വിശ്വസിക്കുന്ന ആളുകളാണ്. നാം സത്യം സംസാരിക്കുന്ന ആളുകളാണ്. ആ സത്യം പറയാൻ മനസ്സുണ്ടെങ്കിൽ വി ബിലീവ് ദ ട്രൂത്ത്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നതാണ്. വി ബിലീവ് ദ ട്രൂത്ത്. ലോകത്തിൽ യേശുക്രിസ്തുവിനും തൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കും എതിരെ നിൽക്കുന്നതെല്ലാം അസത്യമാണ്. ആ അസത്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് യേശുക്രിസ്തു എന്ന സത്യം വിശ്വസിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. വി ബിലീവ് ദ ട്രൂത്ത്. വി നോ ജീസസ്. നമുക്ക് കർത്താവിനെ അറിയാം. ആ കർത്താവ് താനായിരുന്നതും ചെയ്തതും തന്നെക്കുറിച്ച് പറയുന്നതുമായ കാര്യങ്ങൾ ദേ ആർ അൺഡിനയബിളി ട്രൂ. അത് സത്യമായിരിക്കുന്ന കാര്യമാണ്. ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ് ലിവിങ് എന്ന് പറഞ്ഞ വാക്കും കൂടെ പറയണം കേട്ടോ. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ടേം. ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ. സോൺടോൺ, അത് ജീവനോടെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ. അവൻ ജീവനാണ്. ഈസ് ലൈഫ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് തെളിയിച്ചു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവൻ്റെ ഉടമസ്ഥൻ, ജീവൻ്റെ അധികാരം, നിത്യമായ ജീവൻ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഹി ഈസ് ലിവിങ്. ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ് ആസ് എ ലിവിങ് വൺ.
ജീവൻ നൽകുവാൻ കഴിയുന്ന, ജീവിക്കുന്ന, ജീവൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ആ യാഥാർത്ഥ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവരുടെ മുൻപിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ള കാര്യമാണ് ആദ്യമേ ലൂക്കോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്താണ്? നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്താ? നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങൾ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അത് സത്യമാണെന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ്. അതാണ് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ് വി ആർ നോട്ട് സേയിങ് സംതിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ. അയ്യോ, മനുഷ്യൻ എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയാണ് മതങ്ങൾ കെട്ടുപണിതിട്ടുള്ളത്. എന്നാൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വി ക്യാൻ ബിലീവ് ദ ട്രൂത്ത്. വി ബിലീവ് ദ ട്രൂത്ത്. നമ്മൾ സത്യം വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. ഹീ ഈസ് ലൈഫ്, ഹീ ഈസ് ലിവിങ്, ഹീ ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. താൻ തന്നെ ജീവിക്കുന്നവനായിട്ട് തെളിയിച്ചിരിക്കുന്നു. ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ് ആസ് ലിവിങ്. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ വേറൊരു പ്രസ്താവന എന്ന് പറയുന്നത് ആഫ്റ്റർ ഹീ സഫേർഡ്. താൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം ആണ്, അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ഭയങ്കര കഷ്ടം കേട്ടോ. അത് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ കർത്താവ് ഹി സഫേർഡ്. കഷ്ടം അനുഭവിച്ച, കർത്താവിനേക്കാളും അധികം കഷ്ടം അനുഭവിച്ച ആരുമില്ല കേട്ടോ. നിങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കഷ്ടങ്ങളാൽ തികഞ്ഞവനായ എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയും? പാവികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളി. അപ്പോൾ ഈ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞ വാക്കും വളരെ രസകരമാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ദാറ്റ്സ് ആൻ ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ദാറ്റ് ഈസ് ദ പർപ്പസ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഈസ് ഓൾവേസ് ദ പർപ്പസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ദൈവം തീരുമാനിച്ച കഷ്ടമാണ്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് കഷ്ടാനുഭവത്തിന് വേണ്ടിയാണ്. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാനും അങ്ങനെ വലിയ ആളാകാനും ഒന്നും വന്നതല്ല. അങ്ങനെ സ്വർഗം സിംഹാസനവും സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുന്നതിനുമായ കർത്താവിന് നമ്മളുടെ പൊങ്ങച്ച പറച്ചിലുകൊണ്ട് എന്താ നേടാൻ പോകുന്നത്? He doesn't need any of that. അതൊന്നും കർത്താവിന് ആവശ്യമില്ല. He came to suffer. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ. മർക്കോസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ അവൻ വന്നത്. അവൻ കഷ്ടം അനുഭവിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ കഷ്ടം സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ടു. അവൻ പീഡകളും ദുഃഖവും തൻ്റെ മേൽ ഏറ്റെടുത്തു. ഇതിനേക്കാളും അധികം കഷ്ടപ്പെടാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന നിലയിൽ അവൻ നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയായിട്ട് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന കാര്യമാണ് ആദ്യം. ആഫ്റ്റർ ഹീ സഫേർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഇനിയും ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ എങ്കിലും അതിനെക്കുറിച്ച് ഡോക്ടർ ഇബ്രഹാം കുരുവിള പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, ഗ്ലോറി ബിഫോർ സഫറിങ്. സഫറിങ്ങിന് മുന്നമേ മഹത്വം എന്ന് പറയുന്നത് അത് ഡിക്ഷണറിയിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ജി കംസ് ബിഫോർ യെസ്. അതുകൊണ്ട് ഡിക്ഷണറിയിൽ നോക്കുന്ന ഉടനെ ഗ്ലോറി കംസ് ബിഫോർ സഫറിങ്. ദാറ്റ്സ് ദ ഓൺലി പ്ലേസ് യു ക്യാൻ ഫൈൻഡ് ഗ്ലോറി ബിഫോർ സഫറിങ്. എവരിവെയർ എൽസ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഫറിങ് ഫസ്റ്റ് ആൻഡ് ദെൻ ഗ്ലോറി. അതാണ് അതിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പിന്നീട് ഞാൻ പറയാം. സാക്ഷ്യം എന്ന് പറയുന്നതിൻ്റെ വാക്ക് നിങ്ങൾക്ക് അറിയാമോ? എന്താണെന്നറിയാമോ? എന്താ? മാർട്ടിയർ. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. മാർട്ടുസ്, മാർട്ടിയർ. മാർട്ടിയർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നർത്ഥം. കണ്ട സത്യം പറഞ്ഞു, നമുക്കുമായി ബന്ധമില്ലാത്ത കാര്യമാണ്, സാക്ഷ്യം പറഞ്ഞു ഇറങ്ങിപ്പോന്നു. അതല്ല കേട്ടോ, അതല്ല ക്രിസ്തീയമായിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്. യു ആർ വില്ലിങ് ടു ഡൈ ഫോർ ഇറ്റ്. ഈ സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതാണ് സാക്ഷ്യം. ഈ സത്യം അത്രമാത്രം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതും ഈ സത്യത്തിന് വേണ്ടി എന്തു വിലയും കൊടുക്കുവാൻ കഴിയും വിധം എന്നെ രൂപാന്തരപ്പെടുത്തിയതുമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ പറയുന്നതായിരിക്കുന്ന സാക്ഷ്യം. അതാണ്
നമ്മുടെ കർത്താവ് കഷ്ടമനുഭവിച്ച് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടത് നമുക്കും ആ നിലയിൽ പാപപരിഹാരമൊന്നും വരുത്താൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും നമുക്കൊരു മാതൃകയാണ് കേട്ടോ. കഷ്ടമനുഭവിക്കുക, പിന്നീട് മഹത്വം സ്വീകരിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ് ആൻഡ് ഹി ഫൗണ്ട് ഹിംസെൽഫ് ലിവിങ്, ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ആസ് ലിവിങ് ആഫ്റ്റർ ഹി ഡൈഡ് വിത്ത് മെനി കൺവിൻസിങ് പ്രൂഫ്. അനേക തെളിവുകളാൽ അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദിസ് ഹസ് ഡൺ 40 days. 40 ദിവസം ഈ കാര്യം തുടർന്നു. അതിൻ്റെ കാര്യം എന്താ എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഇനിയും അവശേഷിക്കാനായിട്ട് പാടില്ല. 40 എന്ന് പറയുന്നത് ദൈവിക പരിപാടിയിലെ ഒരു പ്രത്യേക സംഖ്യ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, 40 ദിവസം പ്രളയം, പിന്നീട് 40 ദിവസം മോശ കർത്താവിനോടുകൂടെ മലയിലല്ലേ, സീനായി പർവ്വതത്തിൽ 40 ദിവസം, 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ, പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 40 ദിവസം നമ്മുടെ കർത്താവ് ഉപവസിച്ചു. അങ്ങനെ 40 എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ നമ്പർ ഓഫ് പെർഫെക്ഷൻ ഇൻ ദി കലണ്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കലണ്ടറിൽ ഒരു പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ് ഈ 40 എന്ന് പറയുന്നത്. 40 ദിവസം അവൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ he did a perfect work. ഈ വിഷയം സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ ദൈവം പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാം. He appeared for them for 40 days, which is actually a perfect convincing of his disciples. എന്ന് പറയാം, 40 ദിവസം പറഞ്ഞു. എന്നിട്ട് ഈ കാലഘട്ടത്തിലെ കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ട്, അങ്ങനല്ലേ, സ്പീക്കിംഗ് ടു ദം. He said, speaking to them concerning the kingdom of God. അവിടെ നമുക്ക് 2 കാര്യങ്ങൾ, നമ്മൾ സാക്ഷ്യം പറയുന്ന അവസരത്തിൽ നമുക്ക് 2 കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ് വേണം കേട്ടോ. ഒന്ന് കർത്താവിനെക്കുറിച്ചും, രണ്ടാമത് കർത്താവിൻ്റെ പരിപാടിയെക്കുറിച്ചും ഉള്ളതായിരിക്കുന്ന ഉറപ്പ്. അതാണ് നമ്മൾ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നതാണ്. കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശമായിട്ട് എന്താ പറയാൻ വരുന്നത്? അവൻ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു, അല്ലേ? ദൈവരാജ്യം, കർത്താവിൻ്റെ സന്ദേശത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്, ഹി വാസ് ദ മെസ്സഞ്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകൻ മാത്രമല്ല കേട്ടോ, ദൈവരാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി. ആ നിലയിലാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ അവതരിപ്പിച്ചത്. He is the one who proclaimed the kingdom of God, and he is the one who is bringing the kingdom of God into the world. ഈ ലോകത്തിലെ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ. മനുഷ്യരെ ദൈവരാജ്യം എന്നും പറഞ്ഞങ്ങ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഞാൻ പക്ഷേ 2 കാര്യം പറയാം ദൈവരാജ്യത്തെക്കുറിച്ച്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കാര്യവും ദൈവത്തിൻ്റെ ഭരണം എന്ന് പറയുന്നതാണ്. The rule of God is the primary element in the kingdom of God. ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ഭരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നാം പുതുതായി ജനിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. എൻറ്ററിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം ഞാൻ പറയാം, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വളരെ അനുഗ്രഹം, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹമല്ല നമുക്കുണ്ട് എന്നുള്ളതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട് കൈവക്കി, പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തിലേക്ക് പോകുന്നു. നമുക്കിഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തു. അയ്യോ, അങ്ങനല്ല ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇഫ് യു കം ടു ജീസസ്, യു ആർ എൻറ്ററിങ് ഇൻടു ഹിസ് കിങ്ഡം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. ഇനി നമ്മളെന്താ പറയുന്നത്? കർത്താവേ, ഈ കാലമൊക്കെ എൻ്റെ ഇഷ്ടമനുസരിച്ചും എൻ്റെ വഴികളിലൊക്കെയാണ് നടന്നത്, പക്ഷേങ്കിൽ ഭരണം കൈമാറ്റം ചെയ്തിരിക്കുന്നു. ഐ ഡോണ്ട് റൂൾ മൈ ലൈഫ് എനിമോർ, ഐ ഗിവ് ഇറ്റ് ടു യു. എന്നെ ഭരിക്കുവാൻ, എന്നെ നിയന്ത്രിക്കുവാൻ, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നുള്ളൊരു തീരുമാനവും
രക്ഷയുടെ ഭാഗമായിട്ട് ആവശ്യമായ തീരുമാനമാണ്. വി ഹാവ് ടു കം ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ആക്ച്വലി വി വിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷിക്കപ്പെടാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എല്ലാവരും ദൈവരാജ്യത്തിലാണ്. പക്ഷേ ദൈവരാജ്യത്തിലാണെന്നുള്ള ബോധ്യം പലർക്കുമില്ല. അവരുടെ തന്നെ രാജ്യം, അവൻ്റെ രാജാവ്, അതിൻ്റെ ഭരണം അങ്ങനെയൊക്കെ നടക്കുകയാണ്. ഇല്ല, ദൈവത്തിൻ്റെ രാജ്യം എന്നത് ദൈവത്തിൻ്റെ ഭരണമാണ്. ദൈവത്തിൻ്റെ ഭരണത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാൻ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ നിലയിലാണ് നമ്മുടെ രാജ്യത്വം, നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. വി ബിലോങ് ടു എ റൂളർ ആൻഡ് എ റൂളർഷിപ്പ് വിച്ച് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലല്ലാത്ത ഒരു ഭരണ ക്രമീകരണത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് നാം ആയിരിക്കുന്നത് എന്ന ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകണം. We are under the rulership of Christ. നാം കർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. മറ്റുള്ളവർ കർത്താവിന് വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ തന്നെ പറയണം, നിങ്ങളെക്കാളും അധികം ദൈവത്തെ അനുസരിക്കുന്നത് ഉചിതമാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുകയില്ല. ജഡത്തോടും പറയണം കേട്ടോ. നമ്മളുടെ ജഡം ദൈവത്തിൻ്റെ പരിപാടികൾക്കെതിരെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നിന്നേക്കാളും അധികം ദൈവത്തെ അനുസരിക്കുവാനുള്ള കടപ്പാട് എനിക്കുണ്ട്. ഞാൻ ദൈവരാജ്യത്തിലെ അംഗമാണ്. കർത്താവ് പറയുന്നത് കേൾക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പം അതിനോട് ചേർന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടി, ദൈവരാജ്യം എന്ന് പറയുന്നത് ഞാനും കർത്താവ് മാത്രമല്ല കേട്ടോ. ഒരു രാജ്യത്ത് ഞാനും കർത്താവ് മാത്രമേ ഉള്ളൂ അല്ലെന്നേ. ഈ രാജ്യത്തിൽ പ്രജകളുണ്ട്. രാജാവിനോട് മാത്രമല്ല, പ്രജകളോടും രമ്യമായി ഇടപെട്ടു പോകാനുള്ള ബാധ്യത എനിക്കുണ്ട്. So I am actually part of കുറച്ചും കൂടെ ചുരുക്കമായി പറഞ്ഞാൽ, I am part of a family. I am part of a kingdom. I am part of a community. And I have to behave respectfully to one another. മറ്റുള്ള ആൾക്കാരോടും ഞാൻ ബഹുമാനപുരസരമായി ഇടപെടുവാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാൻ തന്നെയല്ല കേട്ടോ. വ്യക്തിപരമായിരിക്കുന്ന രക്ഷയും വ്യക്തിപരമായ സന്തോഷവും വ്യക്തിപരമായ നന്മകളുമെല്ലാം രക്ഷയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ ഞാൻ പറയാം, അതുകൊണ്ട് മാത്രം തീരത്തില്ല കേട്ടോ. ഐ ആം നോട്ട് ദ ഓൺലി പേഴ്സൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. God has called his people into his kingdom and we together worship God and obey him. ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം ഒരുമിച്ചാണ്. അപ്പോൾ ആ ഒരു ഡിമെൻഷൻ നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. സോ ഇറ്റ് ഈസ് ദ കിങ്ഡം. വി ആർ ഇൻ ദ കിങ്ഡം. ഇനി കിങ്ഡത്തിന് മൂന്നാമത് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കിങ്ഡം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഈ നാളുകളിലൊക്കെ പണ്ഡിതന്മാർ കൺസെൻസസിൽ വന്നിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ സഹോദരൻ പറഞ്ഞ പോലെ, തൻ്റെ മരണപുനരുത്ഥാനങ്ങളാൽ ദൈവം ഉദ്ഘാടനം ചെയ്ത ദൈവത്തിൻ്റെ ഭരണ ക്രമീകരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാൽ ദൈവത്തിൻ്റെ രാജ്യം ദൈവം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഇനാഗുറേറ്റഡ്. അപ്പം കർത്താവായ യേശു വിശ്വസിക്കുന്നവരെല്ലാം ഈ രാജ്യത്തിലേക്ക് വരികയാണ്. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലാണെങ്കിലും ദുഷ്ടന്മാർക്ക് നമ്മുടെ മേലിട്ട് മേക്കേറാനുള്ള അവസരം ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യം അതിൻ്റെ അക്ഷരീകമായ നിലയിൽ ഈ ലോകത്തിൽ സ്ഥാപിതമായിട്ടില്ല. വി ആർ സ്റ്റിൽ ഇൻ എ ഫോറിൻ ലാൻഡ്. ഒരു ശത്രുക്കളുടെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. എന്നാൽ ഒരിക്കലും ഇതിനെല്ലാം അവസാനം വരും. കർത്താവ് തൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും സ്ഥാപിക്കും. അവൻ അക്ഷരീകമായിട്ട് ഈ ലോകത്തിലേക്ക് വരും. രാജാവായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ, അവൻ്റെ പ്രജകളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ഈ ലോകം എന്ന് പറഞ്ഞപ്പം ഇന്നത്തെ ഈ ലോകം മാത്രമൊന്നുമല്ല കേട്ടോ. അതിന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, ഇതൊക്കെ അക്ഷരീകമായിട്ട് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ആത്മീക അനുഭവം ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അക്ഷരീകമായ അനുഭവത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. So we are already in the kingdom. We experience its blessings. But it is going to come in its fullness. അതിൻ്റെ പൂർണ്ണതയിൽ ഇനി വരാൻ പോകുന്നില്ല. താഴെയുള്ള അവർ ചോദിച്ച ചോദ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം, കർത്താവേ, ഇപ്പോഴോ നീ ഇസ്രയേലിന് ഈ രാജ്യം സ്ഥാപിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് അവർ ചോദിക്കും.
they were asking about the consummation of the program of God. ദൈവം അക്ഷരീകമായിട്ട് ഈ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന പരിപാടിയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അതാണ്, ഇറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ഭരിക്കും എന്നുള്ള കാര്യം നമ്മൾ ധൈര്യമായിട്ട് ഈ ലോകത്തുള്ള മനുഷ്യരോട് പറയണം. വി ആർ ഹിയർ ടു കോൺകർ ദ വേൾഡ്. ഈ ലോകത്തെ കീഴടക്കുവാൻ തന്നെയുള്ള ഒരു പരിപാടിയാണ്. മുസ്ലിങ്ങൾ പറയും ജിഹാദാന്ന് പറയും കേട്ടോ, ജിഹാദ്. അവർ ഈ ലോകത്തെ കീഴടക്കുക എന്നുള്ളത് അവരുടെ പരിപാടി. പക്ഷേങ്കിൽ അവർ പരാജയപ്പെടുമെന്ന് എൻ്റെ ദൈവം തൻ്റെ വചനത്തിൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, അവൻ പരാജയപ്പെടും എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തുവും തൻ്റെ രാജ്യവുമാണ് ആത്യന്തികമായിട്ട് ഈ ലോകത്തിൽ വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം കേട്ടോ. വി ആർ ഓൺ ദ വിക്ടറി സൈഡ്. വിജയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്. യേശു ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ വർത്തമാനകാലത്ത് സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഒരു ദിവസം അക്ഷരീകമായിട്ട് കർത്താവ് വരും, ഈ ലോകത്തിൽ തൻ്റെ ഭരണം താൻ സ്ഥാപിക്കും, തനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരും പരാജയപ്പെടും എന്നത് ദൈവവചനത്തിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ ചാകാൻ പോകുന്നതിന് മുമ്പേ മനുഷ്യൻ കാലിട്ടടിക്കുമെന്ന് പറയുമല്ലോ, ചാകുന്നതിന് മുമ്പേ ഒരു വലിയ മകള്, അതുപോലെയുള്ള കാലിട്ടടിയാണ് കർത്താവിൻ്റെ ശത്രുക്കൾ ഈ ലോകത്തിൽ കാണിക്കുന്നത്. അവരുടെ പരാജയവും അവരുടെ അന്തവും എത്രയും ആഗതമായിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയണം. മനുഷ്യർ വിശ്വസിക്കില്ല കേട്ടോ, അത് ശരി, അത് വേറെ കാര്യം. കർത്താവായ യേശു ക്രിസ്തു വരും, തൻ്റെ രാജ്യം ഈ ലോകത്തെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെന്ത് പറയും? എന്ത് പറയും? അയ്യോ അങ്ങനാന്നു, അവർ സംഭവിക്കൂ. എൻ്റെ പൊന്നെ, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നേ അവർ പറയുള്ളൂ. അതിനെതിരെ യേശു ക്രിസ്തു, ഹി ഈസ് ദ കിങ്, ഹി ഈസ് റെയിനിങ് റൈറ്റ് നൗ in my heart and the hearts of all the people who have given their lives over to Christ. കർത്താവിന് ഭരിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ആളുകളുടെ ഒക്കെ ജീവിതങ്ങൾ കർത്താവ് ഭരിക്കുന്നു. പക്ഷേ അക്ഷരീകമായി താൻ ഭരണം സ്ഥാപിക്കാൻ പോകുന്ന ഒരു ദിവസം വരുന്നു എന്ന കാര്യവും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ധൈര്യം എന്താ? നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് കർത്താവും കർത്താവിൻ്റെ പരിപാടിയുമാണ്. കർത്താവിനെക്കുറിച്ച് നാം പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് നാം പറയുന്ന കാര്യങ്ങൾ ഈ കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്, തൻ്റെ മരണപുനരുത്ഥാനങ്ങളാൽ തന്നെ ഉറപ്പാക്കിയതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു തർക്കവുമില്ല. വി ലിവ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾ കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് കേട്ടോ. അത് അവസാനിപ്പിക്കണം. നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ കർത്താവും നമ്മുടെ കർത്താവിൻ്റെ രാജ്യവുമാണ്. ആ രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ട് ആ രാജ്യത്ത് വരുമെന്നുള്ള ആ ഉറപ്പിൽ ആ രാജ്യത്തെ നോക്കി പാർക്കുന്ന ആളുകളായിട്ടാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആ കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ കാഴ്ചപ്പാടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. വി നീഡ് ടു റീഗെയിൻ ഇറ്റ്. നാം അത് മടക്കി പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പം അതാണ് കർത്താവ് ഈ 40 ദിവസം അവരോട് പറഞ്ഞത്. എന്നിട്ട് ഈ 40 ദിവസം അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞു, എസ് ലൂയിസ് ജോൺസൺ പറഞ്ഞു, അന്നത്തെ 40 ദിവസത്തെ കർത്താവിൻ്റെ ക്ലാസ്സിനൊന്നും സംബന്ധിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്തൊരു നല്ലതായിരുന്നെന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് ഈ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുക. എന്തിനെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്? ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ദൈവരാജ്യം തൻ്റെ മരണപുനരുത്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, തൻ്റെ പദ്ധതി എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ 40 ദിവസം കർത്താവ് അവർക്ക് പല അവസരങ്ങളിലായിട്ട്, കണ്ടിന്യൂസ് ആയിരുന്നില്ല, പല അവസരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അവരോടൊരുമിച്ച് കർത്താവ് ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ഈ ക്ലാസ് എടുത്തതിൽ 2 ക്ലാസ്സിൽ നിന്നുള്ള എക്സെപ്റ്റ്, അതിൽ നിന്നുള്ളതായിരിക്കുന്ന ചെറിയ ഒരു കാര്യം ലൂക്കോസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സിലൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അപ്പസ്തലന്മാരുടെ പ്രത്യേകതയാണ് കേട്ടോ, ഈ ക്ലാസ് മുഴുവൻ കേട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. കാരണം അവർ ഈ ക്ലാസ്സൊക്കെ കിട്ടിയ ആൾക്കാരാണ്. ആ ക്ലാസ്സിൽ നിന്നുള്ള 2 കാര്യം, 2 കുറിപ്പുകൾ ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കുറിപ്പെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനവും, രണ്ടാമത്തത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനുമാണ്. ഫസ്റ്റ് ഈസ് ആക്ച്വലി ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
ആൻഡ് ദ സെക്കൻഡ് ഈസ് എ ക്ലാരിഫിക്കേഷൻ വിത്ത് റിഗാർഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വിശദീകരണവും അതിനെ അവർക്ക് പറ്റിയ അവർ മനസ്സിലാക്കിയുള്ളതായിരിക്കുന്ന ചില അപാകതകൾ, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയിൽ വരുത്തേണ്ടതായ വ്യത്യാസത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് ആദ്യമേ പറയാം, അത് ഞാൻ പറഞ്ഞ പ്രസ്താവന രണ്ടാമത്തെ ഭാഗമായിട്ട് പറയാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു? നിങ്ങൾ മറന്നു കാണും ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ പറഞ്ഞത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്നത്, നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ രാജ്യത്തെയും സംബന്ധിച്ചുള്ള നമ്മളുടെ വ്യക്തതയാണ്, ആ വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ ഉറപ്പാണ്. അതാണ് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നതാണ്. രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഈ സാക്ഷ്യം നമുക്ക് വഹിക്കാനായിട്ട് കഴിയുന്നതിന് ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് താൻ രണ്ടാമത് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. യു ക്യാൻ ഓൺലി മൈ വിറ്റ്നസസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതാണ് രണ്ടാമത്. ദ പവർ ഓഫ് ദ വിറ്റ്നസ്, the strength or the confidence of the witness is the truthfulness of Jesus Christ and his program. And the power of the witness is the power of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ ശക്തിയായിട്ട് പറയുന്നത്. അവിടെ ഒരു പക്ഷേ അതും കൂടെ പറയാൻ എനിക്ക് നേരം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയാം. അവിടെ 4-ാം വാക്യത്തിൽ പറയുന്നത് അവരെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ. സുനാലിക്സോമനോസ്, സുനാലിക്സോ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന വെച്ചാൽ അത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഈറ്റിംഗ് ടൈം. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. ഇൻ മെനി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ് ആക്ച്വലി ട്രാൻസ്ലേറ്റഡ് ദാറ്റ് വേ. അവൻ അവരോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. സുനാലിക്സോമനോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഇറ്റ്സ് എ ഡിന്നർ. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട അവസരങ്ങളിൽ വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് അവർക്ക് വേണ്ടി അത്താഴമൊരുക്കി എന്ന് പറയുന്ന കാര്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവർ മീൻ പിടിക്കാനായിട്ട്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ യോഹന്നാന് കൂടെയുള്ള ആൾക്കാരും പറഞ്ഞു ഞങ്ങളും വരുന്നു എന്നാണ്. ഈ സെറ്റ് യേശു ക്രിസ്തുവിനെയും തൻ്റെ പരിപാടിയൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കേട്ടോ, അതിനുശേഷം they were not convinced. ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു. അവർ പോയി രാത്രിയിൽ ഒന്നും പിടിച്ചില്ല കേട്ടോ. they didn't get anything. കർത്താവിനെ വിട്ടുള്ള പോക്ക് അത് ഫലശൂന്യമാണ്, പ്രയോജനമില്ല കേട്ടോ. കർത്താവിനെ വിട്ടേച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തിരിച്ചു വരുന്ന വരവ് കാണണം. they are empty handed. ഒന്നും കിട്ടിയില്ല. ഉടനെ കരയ്ക്ക് നിന്ന് കർത്താവ് ചോദിച്ചു വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. അവരാരാ പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വലത്തുവശത്തേക്ക് വലയിടുക എന്ന് പറഞ്ഞു. വലത്തുവശത്തിട്ടു. 153 മീൻ. അയ്യോ എൻ്റെ പൊന്നെ, രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പം 150 വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ, വല കീറാൻ പോവുക. അവരേതായാലും വലിച്ച് എല്ലാവരും കൂടെ ഒത്തിമുട്ടി കരയ്ക്ക് കൊണ്ടുവിട്ടോ. അപ്പോൾ കരയ്ക്ക് വരുന്നതിന് മുന്നമേ യോഹന്നാൻ പറഞ്ഞു ഇത് കർത്താവാണ്, അല്ലാതെ ഇതുപോലൊരു വലിയ വ്യതിയാനം ജീവിതത്തിൽ വരുത്താനായിട്ട് മറ്റാർക്കും കഴിയത്തില്ല, ഇത് കർത്താവ് തന്നെയാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും പത്രോസ് നഗ്നനാകുകൊണ്ട് അല്ലേ, പുള്ളി വസ്ത്രമൊന്നും ഇല്ലായിരുന്നു. പുള്ളി പെട്ടെന്ന് വസ്ത്രമൊക്കെ എടുത്ത് ചുറ്റി കത്തിന് ചാടി പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത് കനലിന്മേൽ ചുട്ട അല്ലേ അപ്പം അല്ലേ അടയും പിന്നെ മീനും. ദ ലോർഡ് പ്രിപ്പയർഡ് എ ഡിന്നറാണോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലേ. ഏതായാലും അത് കർത്താവ് ഒരുക്കി. കർത്താവ് ഒരുക്കുന്ന ഈ ബാങ്ക്വറ്റ് അത് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ പ്രത്യേകമായ കാര്യമാണ്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ നിങ്ങൾ പന്തിയിലിരിക്കും
എന്ന് കർത്താവ് പറഞ്ഞു. സ്വർഗരാജ്യത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുന്നത് വരെ ഞാൻ ഇനിയും മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കയില്ല എന്ന് പറഞ്ഞു. ദ ബാങ്ക്വറ്റ് ഓഫ് ദ കിങ്ഡം എന്ന് പറയുന്നത് ആക്ച്വലി വൺ ഓഫ് ദി വെരി ഇൻട്രസ്റ്റിംഗ് തീംസ് ഇൻ ദ ഗോസ്പൽസ്. അവിടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഹി ഓൾസോ പ്രിപ്പയർഡ് എ ഡിന്നർ ഫോർ അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഡിന്നർ ആയിരിക്കില്ലേ, വളരെ നല്ല ഡിന്നറാണ്. അവരോടൊരുമിച്ച് അവരൊരുക്കിയതല്ല കേട്ടോ. അതുകൊണ്ടാണ് അവർ അടുത്ത് ചോദിക്കുന്നത്, കർത്താവെ നീ ഇപ്പോഴാണോ രാജ്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നത്? നീ ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു ആർ പ്രിപ്പയറിംഗ് ദീസ് മീൽസ് ഫോർ അസ്, സോ ഇറ്റ്സ് എ ടേസ്റ്റ് ഓഫ് ദ കമ്മിങ് കിങ്ഡം. ഈസ് ഇറ്റ് ദ ടൈം ദാറ്റ് യു ആർ ഗോയിങ് ടു ഫുൾഫിൽ യുവർ പ്രോമിസസ്? നിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിച്ച് ദൈവത്തിൻ്റെ രാജ്യം നീ സ്ഥാപിക്കുവാനുള്ള സമയം ഇതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് തുറന്ന് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. അപ്പോൾ അവനോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ കർത്താവ് അവരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതും എനിക്ക് പൂർണ്ണമായും വിശദീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊരു ശ്രമം നടത്താം. അപ്പം കർത്താവ് പറഞ്ഞു, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ കർത്താവ് അവരോട് കർത്താവ് പറഞ്ഞു, when he was eating with them, he declared to them, from Jerusalem do not depart. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകരുത്, but remain in Jerusalem until the promise of the Father which you have heard of me you will receive. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകാതെ അതിനുവേണ്ടി കാത്തിരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത്. അവനോട് ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത്, യെരൂശലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകാതെ, അത് പഴയ മലയാളം അല്ലേ, വാങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് പഴയ മലയാളമാണ്. നമ്മൾ വാങ്ങാതെ പോവുക, വാങ്ങിപ്പോവുക എന്നല്ല. വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോകരുതെന്നാണ് അതിൻ്റെ അർത്ഥം. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, യെരൂശലേമിൽ നിന്ന് മാറിപ്പോകാതെ നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അവിടെ കർത്താവ് പറഞ്ഞത് അതിന് പിന്നെ അതിന് വിശദീകരണമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താണ് ഈ വാഗ്ദത്തം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഏറിയ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നുള്ളത് പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ വിചാരിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമായ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതിലൊരു പ്രത്യേക പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയാണ് ഇവിടെ യോഹന്നാൻ സംസാരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയാം. ഏറെ നാൾ യോഹന്നാൻ്റെ സ്നാനം എന്ന് പറയുന്നത് വെള്ളം കൊണ്ടുള്ള സ്നാനമായിരുന്നു. യോഹന്നാൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല കേട്ടോ. ഇറ്റ് വാസ് എ റെവല്യൂഷണറി മൂവ്മെൻറ്റ് ഇൻ ദ ടൈം വെൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കെയിം. യോഹന്നാൻ സ്നാപകൻ വന്ന അവസരത്തിൽ അവൻ യഹൂദ്യയിലും ഗലീലയിലും ഒക്കെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. സദൂക്യരും പുരോഹിതന്മാരും ഒക്കെ വന്ന് യോഹന്നാനാൽ സ്നാനമേറ്റു. അവൻ പറഞ്ഞു, സർപ്പസന്തതിയിലെ നല്ലത് പറഞ്ഞത് നിങ്ങൾ അപ്പം അങ്ങനെ വിളിച്ചില്ലേ, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, ഇവന്മാർ മാനസാന്തരപ്പെടുമെന്ന് ലോകത്ത് വിചാരിക്കാൻ പറ്റാത്ത ആൾക്കാരായി മാനസാന്തരപ്പെട്ടത്. ഹി വാസ് എ ട്രെമൻഡസ് റിവൈവൽ പ്രീച്ചർ. ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അത്ഭുതമാനായ ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. പക്ഷേ അതേ പറഞ്ഞു, എൻ്റെ ഈ പ്രവർത്തനമൊന്നും കണ്ട് നിങ്ങൾ നടുങ്ങുമൊന്നും വേണ്ട, ഇതൊരു ചെറിയ വെടിക്കെട്ടിൻ്റെ ആരംഭത്തിൽ പറയുമല്ലേ, എന്താ ഒരു ചെറിയ കാര്യമാണ്, യഥാർത്ഥ വെടിക്കെട്ടിന് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നദ്ദേഹം പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, നിങ്ങളുടെ പാപമോചനത്തിനൊരു ചിഹ്നമായിട്ട് വെള്ളം നിങ്ങളുടെ മേൽ വെള്ളത്തിൽ മുക്കി നിങ്ങളുടെ മാനസാന്തരത്തെ വെളിപ്പെടുത്താനായിട്ട് അതൊരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. പക്ഷെങ്കിൽ കർത്താവായ യേശു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവനാണ് മശിഹ,
അവനാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനായി എൻ്റെ പിന്നാലെ ദൈവം അയക്കുന്നതായിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, ഈ സ്നാനം എന്ന് പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ. ബൈബിളിൽ സ്നാനം എന്ന് പറയുന്നത് നിമജ്ഞനമാകട്ടോ. ബൈബിളിൽ സ്നാനം എന്ന് പറയുന്നത് മുക്കലാണ്, അല്ല തളിക്കലല്ല, മുക്കലാണ്. ഇനോ നിങ്ങൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പിള്ളേർ പൊങ്ങി വരുന്ന, അല്ല മുങ്ങിയതിന് ശേഷം സ്ഥാനാർത്ഥികൾ പൊങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ വരുന്നേ? വെള്ളമില്ല, വെള്ളത്തിലോട്ട് അങ്ങോട്ട് താണതിന് ശേഷം മുഴുവനും നനഞ്ഞ് വെള്ളത്തിൽ അങ്ങനെ കുതിർന്ന്, അല്ലേ, അങ്ങനെ അങ്ങ് പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ജീസസ് ഈസ് ഗോയിങ് ടു ഡു വിത്ത് റിഗാർഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന് കർത്താവായ യേശു ക്രിസ്തു നൽകാൻ പോകുന്നത് ഏതാണ്ട് ആ നിലയിലാണ് എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്. യു ആർ ഗോയിങ് ടു ബി ഇമേഴ്സ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിമജ്ഞനം പ്രാപിച്ച് യു ആർ ഗോയിങ് ടു ബി ഓവർവെൽംഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലെന്ന് പറയുന്ന രീതിയിലുള്ള ആ വിപ്ലവകരമായിരിക്കുന്ന പരിപാടി കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യമാണ് യോഹന്നാൻ അവരോട് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു, ഈ പരിപാടി ആരംഭിക്കാനായിട്ട് പോകുന്നത് ഏറെ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെ നാൾ കഴിയും മുൻപേ എന്ന് പറഞ്ഞ പ്രസ്താവന നമുക്കറിയാം. കാരണം 2-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചിട്ടുള്ള ആളുകളാണ്. അത് പെന്തക്കോസ് നാളാണ്. 40 ദിവസം കഴിഞ്ഞാണ് കർത്താവ് ഇത് പറയുന്നത്. 40 ദിവസത്തിൻ്റെ അവസാനത്തിലാണ് കർത്താവ് ഇത് പറയുന്നതെങ്കിൽ ഇനി ഒരു 10 ദിവസം കൂടെ വേണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഈ പ്രത്യേകമായ ആ അനുഗ്രഹം അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഏജ്. അതൊരു പുതിയ യുഗത്തിൻ്റെ പിറവിയാണ്, ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിന് മുൻപ് ഉണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എവിടെയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്? അത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യം അല്ലേ? അവിടെയാണ് കാണുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴ്ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സോ യു സീ ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് അറ്റ് ദ ബിഗിനിങ്. മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുന്നമേ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിലൊക്കെ പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർക്ക് ശക്തി പകർന്നു, അസാധ്യവും അസാധാരണവുമായിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരോട് ചെയ്തു എന്നൊക്കെയുള്ള ശരിയാ. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ തേജസ്കരിച്ചതിന് ശേഷം നമ്മളുടെ മധ്യത്തിലേക്ക് അയക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രത്യേക പ്രവൃത്തി, അത് നിസ്തുല്യമായിരിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. ഈ നിലയിലുള്ള പ്രവർത്തനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുൻപ് ഒരിക്കലും ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് എ ന്യൂ വർക്ക് ഓഫ് ഗോഡ് ത്രൂ ദ സ്പിരിറ്റ് which he is going to inaugurate on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ ദൈവം ആരംഭിക്കാൻ പോകുന്ന പരിപാടിയാണ്. പെന്തക്കോസ്ത് നാളിൽ ഈ പരിപാടിയൊക്കെ ആരംഭിച്ചു എങ്കിലും ഈ അനുഭവമൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇന്ന് ഞാനതിനെക്കുറിച്ച് പറയാനായിട്ട് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞോളാം. എനിക്കത് ഈ ആഴ്ച പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനായിട്ട് വളരെ താമസിക്കും. അതുകൊണ്ട് ഞാനതിന് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് അവരെ നിമജ്ഞനം ചെയ്യുവാൻ, അവരെ കീഴ്പ്പെടുത്തുവാൻ, അവരെ നയിക്കുവാൻ, നിറയ്ക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയെക്കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന കാര്യം. അതാണ് അവർ കാത്തിരുന്ന പോലെ ഒന്നും കാത്തിരിക്കേണ്ട എന്നുള്ള കാര്യം ഞാൻ അടുത്ത ആഴ്ച പറയാം. പക്ഷേ അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്കും കിട്ടിയ പരിശുദ്ധാത്മാവ്. അപ്പം അതുകൊണ്ട് ഈ പ്രസ്താവന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൊണ്ട് കിട്ടുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല സ്വാധീനവും ഉണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഗ്രഹവും സന്തോഷവും അനുഭവിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് വേണം എൻ്റെ പ്രിയമുള്ളവരെ. വി നീഡ് ദാറ്റ്. ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടും
വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒന്നും പരിശുദ്ധാത്മാവില്ല. അത് നമ്മുടെ വലിയ സങ്കടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്ന ആ അനുഭവം തന്നെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുമോ? അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുമോ? കാത്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ, അപ്പസ്തലന്മാരെ കാത്തിരുന്ന പോലെ ഒന്നും കാത്തിരിക്കണ്ട. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുക്കവും കാത്തിരിപ്പും ഒക്കെ ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുമോ? കർത്താവേ, എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും എൻ്റെ ജീവിതത്തിൽ അറിയുവാൻ കഴിയും വിധം നീ എന്നെ സ്പർശിക്കണം, എൻ്റെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തണം എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാം. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.